പ്രിയമുള്ളവരെ, വചനജ്വാല 1016 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 12 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ തിരുഹൃദയ വണക്കമാസം 12ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് യൂദിത്തിന്റെ പുസ്തകം 8ാം അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളിലാണ് നാം ഇന്ന് ശ്രവിക്കുക. യൂദിത്ത്. അക്കാലത്ത് യൂദിത്ത് ഈ കാര്യങ്ങൾ കേട്ടു. മൊറാറിയുടെ മകളായിരുന്നു അവൾ. മൊറാറിയുടെ പൂർവികർ തലമുറക്രമത്തിൽ ഓക്സ്, ജോസഫ്, ഓസിയേൽ, എൽക്കിയ, അനനിയാസ്, ഗിദയോൻ, റഫായിം, അഹിത്തൂബ്, എലിയ, ഹൽക്കിയ, എലിയാബ്, നഥാനായേൽ, സലോമിയേൽ, സരസദായ്, ഇസ്രായേൽ, യൂദത്തിന്റെ ഭർത്താവ് മനാസെ അവളുടെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനായിരുന്നു. ബാർലിക്കൊയ്ത്തിന്റെ കാലത്ത് അവൻ മരണമടഞ്ഞു. വയലിൽ കറ്റ കെട്ടുന്നതിന് മേൽനോട്ടം വഹിക്കുമ്പോൾ അവൻ കഠിനമായ ചൂടേറ്റ് വീണു. ശയ്യാവലംബിയായ അവൻ സ്വനഗരമായ ബുത്തിലിയായിൽ വെച്ച് മരണമടഞ്ഞു. അവർ അവനെ ദോദാനും ബലമോനും മധ്യേയുള്ള വയലിൽ പിതാക്കന്മാരോട് കൂടെ സംസ്കരിച്ചു. വിധവയായി തീർന്ന യൂദിത്ത് 3 കൊല്ലവും 4 മാസവും വീട്ടിൽ താമസിച്ചു. അവൾ പുരമുകളിൽ ഒരു കൂടാരം നിർമ്മിച്ചു. അരയിൽ ചാക്കു ചുറ്റുകയും വൈധവ്യ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. വിധവയായതിനു ശേഷം സാപത്തിന്റെ തലേനാളും സാപത്തും അമാവാസിയുടെ തലേനാളും അമാവാസിയും ഉത്സവ ദിനങ്ങളും ഇസ്രായേൽ ജനത്തിന്റെ ആഹ്ലാദ ദിനങ്ങളും ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസം അനുഷ്ഠിച്ചു. അവൾ സുന്ദരിയും ആകർഷകമായ മുഖശോഭയുള്ളവളും ആയിരുന്നു. ഭർത്താവായ മനാസായുടെ വകയായി അവൾക്ക് സ്വർണവും വെള്ളിയും ദാസീദാസന്മാരും കന്നുകാലികളും വയലും ലഭിച്ചു. അവൾ ഈ സമ്പത്ത് പരിപാലിച്ചു പോന്നു. ദൈവത്തോട് അതീവ ഭക്തിയുണ്ടായിരുന്ന അവളെ ആരും ദുഷിച്ചില്ല. യൂദിത്ത് ഇസ്രായേല്യർക്ക് ധൈര്യം പകരുന്നു. ജലക്ഷാമം കൊണ്ട് തളർന്ന ജനം ഭരണാധികാരിയുടെ മേൽ ചൊരിഞ്ഞ നീചമായ വാക്കുകളും 5 ദിവസം കഴിഞ്ഞ് നഗരം അസീറിയയ്ക്ക് അടിവറയ്ക്കണമെന്ന് ഉസിയ അവരോട് ആണയിട്ട് പറഞ്ഞതും യൂദിത്ത് കേട്ടു. അവൾ തന്റെ വസ്തുവകകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ദാസിയെ അയച്ച് നഗരശ്രേഷ്ഠന്മാരായ കാബ്രിസിനെയും കാർമീസിനെയും വിളിപ്പിച്ചു. അവൾ അവരോട് പറഞ്ഞു, ബത്തൂലിയ ജനത്തിന്റെ ഭരണകർത്താക്കളെ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഇന്ന് നിങ്ങൾ ജനത്തോട് പറഞ്ഞത് ശരിയല്ല. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ കർത്താവ് തിരിഞ്ഞ് നമ്മെ സഹായിക്കാത്ത പക്ഷം നഗരം ശത്രുക്കൾക്ക് അടിയറ വെച്ച് കൊള്ളാമെന്ന് നിങ്ങൾ ദൈവത്തെയും നിങ്ങളെയും സാക്ഷിയായി ആണയിട്ട് വാഗ്ദാനം ചെയ്തു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സഹാഗുണിലെ വിശുദ്ധ ജോണിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. സ്പെയിനിൽ ജനനം, 26ാം വയസ്സിൽ പൗരോഹിത്യം. ജോൺ പാപം ചെയ്തിട്ടില്ലെങ്കിലും വൈദിക സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് ദരിദ്രത്തിലും ആശാനിഗ്രഹത്തിലും ജീവിച്ചു. ജ്ഞാനവായനയും പ്രാർത്ഥനവും ധ്യാനവുമായി മുന്നോട്ടു പോയി. വീണ്ടും ദൈവശാസ്ത്രം പഠിക്കുകയും കുറെ കാലം കൂടി വൈദിക വൃത്തി അനുഷ്ഠിക്കുകയും ചെയ്തു. 44ാം വയസ്സിൽ അഗസ്തീനിയൻ സഭയിൽ ചേർന്നു. ഒരു സന്യാസിയെ പോലെ പ്രവർത്തിച്ചു. തുടർന്ന് നൊവീഷ്യേറ്റ് ഗുരു,
പ്രിയോർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു. ഭൃത്യരെ ദ്രോഹിച്ച പ്രതുവിനെ ശാസിച്ചപ്പോൾ വധിക്കാൻ ആളയച്ചു. വിശുദ്ധ മുഖം നേരിൽ കണ്ടപ്പോൾ വെറുതെ വിട്ട് വേറൊരിക്കൽ ഒരു പാപിയെ മാനസാന്തരപ്പെടുത്തിയപ്പോൾ ഒരു പ്രഭി ജോണിനെ വിഷം കൊടുത്ത് കൊല്ലുകയാണുണ്ടായത്. വിശുദ്ധ ജോണിന്റെ മാധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് സഹാഗുണിലെ വിശുദ്ധ ജോണിന്റെ മാധ്യസ്ഥം ഒരിക്കൽ കൂടി യാചിക്കാം. എല്ലാവർക്കും ഒരു സുന്ദര ദിവസം ആശംസിക്കുന്നു.